പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞാൻ കൊല്ലത്തുള്ള എൻ്റെ ഒരു അനിയൻ സുഹൃത്ത് എനിക്കൊരു വീഡിയോ അയച്ചു തന്നു. ഒരു വളരെ കണ്ടാൽ തന്നെ ഒരുപാട് വിഷമം തോന്നുന്നൊരു വീഡിയോ. അപ്പോൾ ആ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് ഞാനൊക്കെ അവിടെ ഒന്ന് പോയിട്ട് എനിക്ക് എന്തെങ്കിലും ചെറിയൊരു സഹായം അവിടെ ചെയ്തിട്ട് പോകാം. കാരണം ഞാൻ പൊതുവേ ഇന്ന് വരെ എൻ്റെ ലൈഫിൽ ഒരാളെ ഏതെങ്കിലും രീതിയിലൊരു ചെറിയ സഹായം ചെയ്തിട്ടുള്ളത് മറ്റാരും അറിയല്ലേ എന്ന് ചിന്തിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. ഇവിടെയും വന്നിട്ട് ആരും അറിയാതെ വന്ന് കണ്ടിട്ട് അങ്ങ് പോകാമെന്ന് കരുതിയതാണ്. അപ്പം ആക്ച്വലി ഈ വീട്ടിൽ ഉള്ള കാഴ്ച ഒന്ന് കാണാൻ എന്നിട്ട് ഞാൻ കാര്യങ്ങളൊക്കെ പറയാം. ആക്ച്വലി ഞാൻ വന്നത് ഇതാ ഈ കാണുന്ന ഒരൊറ്റ റൂമുള്ള ഈ ഒരു വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. കൊല്ലത്ത് നമ്മുടെ ഒരാളുണ്ടായിരുന്നല്ലോ. ഈ 5 ഫാമിലിയാണ്, അമ്മയും 4 മക്കളും. ഇത്രയേ ഉള്ളൂ ആകെ. ഇതാണ് ഈ കംപ്ലീറ്റ് മൊത്തത്തിലുള്ള വീടെന്ന് പറയുന്നത്. അപ്പം ഞാനിവിടെ വന്നിട്ട് ഞാൻ ഈ കുട്ടികൾക്ക് എന്തെങ്കിലും പഠിക്കുന്നതിന് സഹായം എന്തെങ്കിലും ചെയ്തിട്ട് പോകാമെന്നൊരു വീഡിയോ കണ്ടപ്പം വന്നിട്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ച് ആരും അറിയില്ല എന്ന് കരുതി വന്നിട്ട് പോയതാണ്. പക്ഷേ എനിക്ക് പോകാൻ തോന്നിയില്ല. അപ്പം എന്നെ കൊണ്ട് എന്തായാലും ഒരു വീടൊന്നും വെച്ച് കൊടുക്കാനുള്ള സാഹചര്യം ഇപ്പോഴില്ല. പക്ഷേ ഇവരുടെ ഒരു അവസ്ഥ കണ്ടിട്ട് ഒന്നും ചെയ്യാണ്ട് ഇവിടുന്ന് പോകാനും എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ലൈവ് ഇങ്ങനെ ചെയ്യാനുള്ളൊരു കാര്യമെന്ന് പറയുന്നത്. ആകെ ചെയ്യാൻ പറ്റുന്നത് ഞാൻ പിന്നെ ഈ വീടൊക്കെ കാണുമ്പോൾ ഇതൊക്കെ എനിക്കും എൻ്റെ കുട്ടിക്കാലമൊക്കെ ഓർമ്മ വരുന്നൊരു കാര്യമാണ്. അപ്പം ഞാൻ മക്കളെ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തു. കുട്ടികളെ എന്താ മോളുടെ പേര്? അമ്മ. അപ്പം അവരുടെ അച്ഛൻ മരിച്ചുപോയതാണ്. അവർക്ക് എന്താണ് അവരുടെ അടുക്കളയും ലിവിംഗ് റൂമും ബെഡ്റൂമും മാസ്റ്റർ ബെഡ്റൂമും എല്ലാം ഈ കാണുന്ന പരമാവധി പോയി കഴിഞ്ഞാൽ ഇത് ഒരു 150 സ്ക്വയർ ഫീറ്റ് കാണും. ഇത്രയേ ഉള്ളൂ ഇവിടെ ആക്ച്വലി. അപ്പം ഈ 3 പെൺകുട്ടികളും ഇപ്പം വളർന്ന് പിടിക്കാനാകും. അപ്പം ഭാവിയിൽ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളൂ ഇല്ലടാ. അപ്പം ഭയങ്കര കലാകാരനൊക്കെയാണ്. അവൻ്റെ കുറെ നീ കുറെ വണ്ടിയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടാണ്. ഇവൻ കുറെ വണ്ടിയും പരിപാടിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം എന്തായാലും എന്തെങ്കിലും ഒന്ന് നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ചെയ്യാമെന്ന് കരുതി വന്നതാണ്. അപ്പം നമുക്കൊന്ന് ശ്രമിക്കാം. അപ്പം ഞാൻ ഇത് നിങ്ങളുടെ ആരുടെയെങ്കിലും ബാങ്കിന്റെ ഡീറ്റെയിൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനിത് കൊടുക്കാം. മോളുടെ ഒരു ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഉണ്ടോ? ഞാനൊരു കാര്യം ചെയ്യാം, അത് കമന്റായിട്ട് ഞാനിടാം. കമന്റായിട്ട് ഇടുക. അല്ലെന്നുണ്ടെങ്കിൽ ഇവന് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞോളൂ. ആർക്കെങ്കിലും ഒരു പക്ഷേ ഇത് കണ്ടിട്ട് സഹായിക്കാൻ തോന്നുന്ന ഒരു ഹെൽപ്പ് ചെയ്യട്ടെ. അപ്പം ഇത് എനിക്ക് പ്രോപ്പറായിട്ട് സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ടാട്ടോ ഞാനിങ്ങനെ കിടന്ന് വിക്കി സംസാരിക്കുന്നത്. ഞാൻ അപ്പൊ ഈ ഒരു 3 പെൺകുട്ടികൾ ഭാവിയിൽ അവർ പഠിക്കാനൊക്കെ മിടിക്കലാണ്. ഇവർക്ക് ഏറ്റവും വലിയ രസം എന്ന് വെച്ചാൽ ഇവർക്ക് എന്നെ അറിയില്ല എന്നുള്ളതാണ്. ഞാൻ സാധാരണ നമ്മളെവിടെ ചെന്നാലും എന്നെ അറിഞ്ഞാൽ വളരെ വിരളമാണ്. ഞാനിപ്പോൾ കാർ ഓടിച്ച് വരുന്ന സമയത്ത് അപ്പുറം ഇപ്പുറം ഒക്കെ കുട്ടികളൊക്കെ നിന്ന് മൊബൈലും വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ എന്നെ ഇവർക്ക് എന്തുകൊണ്ട് അറിയത്തില്ലെന്ന് വെച്ചാൽ ഇവിടെ TV ഇല്ല, അവർക്ക് മൊബൈൽ ഫോണില്ല, അവർ എന്നെ കാണാൻ യാതൊരു മാർഗ്ഗം അവരുടെ മുമ്പിലേക്കില്ല. അപ്പം അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. കാര്യം ഒരു രീതിയിൽ അവർക്ക് ഒരു ആശ്ചര്യമില്ല. അവരുടെ ഇവിടെ കാണുന്ന വഴിയിൽ കാണുന്ന ഒരു ചേട്ടനെ പോലെ തന്നെയാണ് അവരിപ്പോൾ എന്നെ കണ്ടേക്കുന്നത്. അത് തന്നെ മറ്റൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. അപ്പം ഇവർക്ക് ഒരു വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് സഹായിക്കാം. അപ്പോൾ ആരെങ്കിലുമൊക്കെ എൻ്റെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ സുഹൃത്തുക്കൾ ഇവിടെ ഉണ്ട്, അവർ വഴി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാം. പക്ഷേ കുഴപ്പമെന്ന് വെച്ചാൽ ഞാൻ ആദ്യം ഇത് കണ്ടപ്പോഴത്തേക്ക് ഒരു വീട് മാത്രം വെച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചാൽ, പക്ഷേ വീട് മാത്രം വെച്ചു കൊടുക്കാൻ വേണ്ടി ചിന്തിച്ചിട്ടും കാര്യമില്ല, വസ്തുവില്ല. അപ്പോൾ അതിന് ഇവിടത്തെ ഇപ്പം ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് എന്നോട് ആദ്യം ഇവിടുത്തെ ഈ പ്രദേശത്തെ പഞ്ചായത്ത് മെമ്പർമാരോ ജനപ്രതിനിധികളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഞാൻ ആരെയും അറിയിക്കാതെ വന്നിട്ട് പോകാമെന്ന് കരുതി മാത്രം വന്നതാണ്. അല്ലാണ്ട് ഇവിടെ വന്നതുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനൊരു കാര്യം, കാരണം ഇപ്പം എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യാനും അതൊക്കെ പറയും. ഷെയറൊന്നും ചെയ്യണ്ട, 10 രൂപയ്ക്ക് 10 രൂപ കൊടുത്താൽ ഒരുപാട് ഉപകാരമായിരിക്കും ഈ കുടുംബത്തെ സംബന്ധിച്ച്. അപ്പോൾ എന്തായാലും ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഒന്ന് തരിക. അപ്പം അമ്മ ഒന്ന് പറയാനുള്ള ഡീറ്റെയിൽസ് പറഞ്ഞു. ഇപ്പം ഇവരുള്ളത് നമ്മുടെ കരിക്കോട് മാമ്പുഴ വരുന്ന ഭാഗത്ത് വായനശാലയുടെ അടുത്ത് ആണ് ഇവരുടെ വീട്ടിലേക്ക് വരുന്ന ഭാഗം എന്ന് പറയുന്നത്. പിന്നെ എന്തെങ്കിലും ഒരു പേപ്പറോ പേനോ എടുത്തിട്ട് ഒരു പക്ഷേ ഗൂഗിൾ പേയിലൊന്നും ചെറിയ പൈസ മതി. 10 രൂപയ്ക്ക് 10 രൂപ 5 രൂപയ്ക്ക് ഉള്ളവർ കിട്ടാം. നിങ്ങൾക്ക് എന്തെങ്കിലും അതൊന്നും ഗൂഗിൾ പേ ഒന്നും ചെയ്തിട്ടില്ല അല്ലേ? അപ്പോൾ എന്തായാലും ഞാനിതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒന്ന് ഇട്ടേക്കാം. ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ ചെയ്താൽ അവർക്കൊരു ഗുണകരമാവട്ടെ. ആകെ കൂടിയിട്ട് ബിഗ് ബോസ് ജയിച്ചുകൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ നമ്മൾ പറയുന്നത് കാണാനും കേൾക്കാനും കുറച്ച് ആൾക്കാരുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് വിശ്വാസമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ഗുണകരമാകട്ടെ. അയ്യോ, അത് ഇങ്ങനെ എഴുതുന്നൊരു കാര്യമില്ലല്ലോ. ഇത് എങ്ങനെയാണ് ഇത് ഡീറ്റെയിൽസ് ഒന്ന് കൊടുക്കുക?
കമന്റിൽ ആദ്യം അല്ലെങ്കിൽ പിൻ ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ എൻ്റെ ഈ കമന്റിനകത്ത് ഇത് പിൻ ചെയ്തിടാം. അപ്പം നിങ്ങൾ കമന്റ് സെക്ഷൻ നോക്കിയാൽ മതി. അപ്പം ഇതൊക്കെയാണ് ഇവൻ ഉണ്ടാക്കി വെച്ചേക്കുന്ന വണ്ടിയൊക്കെയാണ്. അപ്പം കൂടുതലൊന്നും പറയുന്നില്ല, ഹെൽപ്പ് ചെയ്യുക, സഹായിക്കാൻ കഴിയുന്ന മനസ്സുകളൊക്കെ സഹായിക്കുക. താങ്ക് യു. ബൈ ബൈ. താങ്ക് യു.